basically what we do through your intervention. ഡോക്ടർ ജയകൃഷ്ണൻ, നമുക്ക് അപസ്മാരം എന്ന് പറയുന്നത് എന്തും ഭീതി ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം അതിനുള്ള ചികിത്സാ രീതിയും വളരെ ലോങ് പ്രൊസീജിയേഴ്സ് ആണ്, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ അതിന് ഒരുപാട് റീപ്ലേസ്മെന്റ്സ് ഉണ്ട്, ഷോർട്ട് ടേം പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതിലൊന്നാണല്ലോ ഈ ട്രാക്ക് റെസിസ്റ്റന്റ് എപ്പിലെപ്സി അല്ലേ? അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് അതിന്റെ പുതിയ വഴികൾ എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? റെസിസ്റ്റന്റ് എപ്പിലെപ്സി പറഞ്ഞാൽ സാധാരണ നമ്മൾ അപസ്മാര രോഗമില്ല പേഷ്യൻസിന് മെഡിക്കേഷൻസ് അപസ്മാരത്തിൻ്റെ മരുന്നുകൾ കൊടുത്താൽ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്ത് കറക്റ്റ് ഡിസീസ് ലേബിൾ ചെയ്യാൻ പറ്റുന്നത്. മിക്കവാറും ഒരു 70% ആൾക്കാരുകൾക്ക് ഒരു സിംഗിൾ മരുന്നിനെ കൊണ്ട് തന്നെ അപസ്മാര രോഗം കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില ആൾക്കാരുകൾക്ക് ഒന്നിനേക്കാളും കൂടുതൽ മരുന്ന് വേണ്ടി വരും. ചിലപ്പം മാക്സിമം പോയ 2 മരുന്നുകൾ 2 മരുന്നുകൾ ചിലപ്പോൾ അത് ഒന്നിക്ക് അഡൻഡമായിട്ട് ഒരു മരുന്നിനപ്പുറം അടുത്ത മരുന്ന് ആഴ്ചയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ മരുന്നിൻ്റെ ട്രയൽ കഴിഞ്ഞ് അതിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ സെക്കൻഡ് മരുന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ കറക്റ്റായിട്ട് സയൻറ്റിഫിക്കലി ചൂസ് ചെയ്ത് 2 മരുന്നിനേക്കാളും കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നാണ് പേഷ്യൻ്റ് അപസ്മാരത്തിന് കൺട്രോൾ കിട്ടുന്നില്ലാത്ത ആ ഒരു ലേബിൾ ചെയ്യുന്ന അപസ്മാര രോഗികളെയാണ് ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സി. മീൻസ് വേർഡ് ട്രാൻസ്ലേഷൻ വന്നാലും മരുന്നുകളിൽ കൂടെ പ്രതികരിക്കാതെ അപസ്മാര രോഗം. ഈ മരുന്നുകളോട് പ്രതികരിക്കാത്ത അപസ്മാര രോഗം പ്രിഡോമിനന്റ്ലി ഉണ്ടാവുന്നത് ഈ ഒന്നിക്കൽ അസുഖത്തിന്റെ പ്രകൃതി എങ്ങനെയായിരിക്കാം. മീൻസ് സാധാരണ മരുന്നും കൊണ്ട് റെസ്പോണ്ട് ചെയ്യാത്ത അസുഖങ്ങളായിരിക്കാം. ഉദാഹരണമായിട്ട് മസ്തിഷ്കത്തിലെ ആൾക്കാർക്ക് മുഴയിൽ അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ചേർന്ന് മതി അപസ്മാര രോഗം വരാം. നമ്മളത് റിമൂവ് ചെയ്യുന്നതിന് ട്രീറ്റ്മെന്റ്. ചില ആൾക്കാർക്ക് മസ്തിഷ്കത്തിൽ ചില അബ്നോർമലായിട്ടുള്ള രക്തക്കുഴലുകൾ അബ്നോർമലായ രക്തക്കുഴലുകൾ ഉണ്ടെങ്കിൽ അതിന് കാരണം ശ്വാസമാനം വരാൻ പറ്റും. അത് ഡ്രഗ് റെസിസ്റ്റന്റ് ആയിരിക്കും. മീൻസ് മരുന്നുകൾ സാധാരണ അപസ്മാരത്തിന് കൊടുക്കുന്ന മരുന്നുകൾ കൂടെ പ്രതികരിക്കില്ല, സേഫായിട്ട്. ചില കേസസിൽ പേഷ്യൻസിന് അപസ്മാര രോഗം മരുന്നുകളെ കൊണ്ട് പ്രതികരിക്കാത്ത സിറ്റുവേഷനിൽ അവരെ ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സിനെ ലേബൽ ചെയ്താൽ അതിനായിട്ട് മീൻസ് ബ്രെയിനിൽ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ അവരെ ഈ ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സി ടേമിൽ വരുന്ന ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ട്രൂലി മരുന്നുകൾ പ്രതികരിക്കാത്ത അസുഖമാണോ അല്ല സൂഡോ റെസിസ്റ്റൻസ്. അതിൽ സൂഡോ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഒന്ന് മരുന്ന് കറക്റ്റ് അല്ല, സെക്കൻഡ് അസുഖത്തിന്റെ ഡയഗ്നോസിസ് കറക്റ്റ് അല്ല, അപസ്മാരം ബോധാവസ്ഥ ഉണ്ടാകുന്ന വേറെ കണ്ടീഷൻസ് ആണ്, തേർഡ് മരുന്ന് പേഷ്യൻസ് കറക്റ്റായി കഴിക്കുന്നില്ല. മീൻസ് ചിലപ്പോൾ മടുപ്പിന്റെ കാരണവശം അല്ലെങ്കിൽ മരുന്നിന്റെ പാർശ്വഫലത്തിന്റെ കാരണവശം പേഷ്യൻസ് ആ മരുന്ന് എടുക്കുന്നില്ലെങ്കിലും അസുഖം കൺട്രോൾ ഉണ്ടാകാം, പിന്നെ അസുഖം. ഈ എല്ലാ കാര്യം റൂൾ ഔട്ട് ചെയ്തതിനു ശേഷം ഈ അപസ്മാരത്തിന് മരുന്നോട് പ്രതികരിക്കാത്ത പേഷ്യൻസിനാണ് ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സിനെ ലേബിൾ ചെയ്യുന്നത്. ഇതിൽ പ്രധാന ഇൻവെസ്റ്റിഗേഷൻ വീഡിയോ ചെയ്യുന്നത്. മീൻസ് നമ്മൾ അപസ്മാര രോഗം മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗത്താണ് വരുന്നത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നൂതനമായിട്ടുള്ള EEG സംവിധാനം. അതിലൊരു വീഡിയോ സിങ്ക്രണൈസ് ചെയ്തും നോക്കാൻ പറ്റും. സെക്കൻഡ് ഒരു പ്രിഫറൻഷ്യൽ ഒരു ഹയർ സ്ട്രെങ്ത് MRI സ്കാൻ 3 ടെസ്റ്റിന് MRI ചെയ്ത് നോക്കിയിട്ട് മസ്തിഷ്കത്തിലെ പ്രത്യേക കേന്ദ്രങ്ങളിലും. പിന്നെ ഈ 2 ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ ശേഷം ഈ പേഷ്യൻസിനെ ചില സെറ്റ് ഓഫ് പേഷ്യൻസിനെ അപസ്മാരത്തിന് ചികിത്സ ചെയ്ത സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. മീൻസ് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ലേബിൾ ചെയ്യുന്നത് മീസൽ ടെമ്പറൽ സ്ക്ലീറോസിസ് ആണ്. അപസ്മാരം പിന്നെ വന്നതിന് ശേഷം മസ്തിഷ്കത്തിന് ടെമ്പറൽ ലോബ് എന്ന ഭാഗത്ത് അതിൻ്റെ സ്കാർസ് വരും. അങ്ങനത്തെ പേഷ്യൻസ് മരുന്നിനോട് പ്രതികരിക്കില്ല. അന്നേരം സർജിക്കലി അത് എടുത്തു മാറ്റിയാൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടാൻ പറ്റും. ചില ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സിക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി കൊടുക്കാൻ പറ്റില്ല. അന്നേരം അവരെ ആ സീഷ്യസിന് എണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ട് പാലിയേറ്റീവ് സർജറീസ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റിമുലേഷൻ സർജറി, ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, വേഗം സ്റ്റിമുലേഷൻ ഒക്കെ. ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എപ്പിലെപ്സി രോഗം ഏതാണ് മരുന്നുകൾ കൊണ്ട് കറക്റ്റ് ചോയ്സ് ഓഫ് മരുന്നുകൾ കൊണ്ട് പ്രതികരിക്കാത്ത സുഖപ്രകൃതി ബാസ്കറ്റിനാണ് ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സി എന്ന് പറയുന്നത്.